ഇമ്മച്ചിയെ എനിക്ക് പെട്ടെന്നൊരു അലുവ ഉണ്ടാക്കി തരുമോ? അതിനെന്താ, തേങ്ങ കൊണ്ടൊരു അൽവ ഉണ്ടാക്കി തരാം. അപ്പം ഇതുപോലെ ഈ രീതിയിൽ ഒരു അൽവ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഈ വാഴയിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതാ അതുപോലെയാണ് ഇരിക്കണേ ഹൽവൻ്റെ പാകം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അപ്പോൾ 1/3 കപ്പ് റോസ്റ്റഡ് ചെറുപയർ പരിപ്പ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു 50 ഗ്രാം. ഇതിലേക്ക് ഇനി തേങ്ങ 2 കപ്പ് ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഹൽവയാണല്ലോ. അപ്പോൾ 1 കപ്പ് ശർക്കരയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി, ഒരു നുള്ളു ഉപ്പ് കേട്ടോ, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം പാടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ അത്. ഇനി ഒരു പാനിൽ ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും പാടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതാ കോരി മാറ്റിയിട്ടുണ്ട്. ഞാൻ നെയ്യിലേക്ക് തന്നെ നമ്മൾ എന്നിട്ട് അരച്ച് വെച്ച തേങ്ങൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യട്ടോ. ഈ സമയത്ത് നെയ്യ് കുറവാണെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലവണ്ണം വഴറ്റിയിൽ വെള്ളത്തിൻ്റെ മയൊക്കെ പോവണം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് റെഡിയാവും കേട്ടോ, അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും പാടെ ഈ സമയത്ത് 1 ടീസ്പൂണും പാടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ നെയ്യ് ആവശ്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. എനിക്കിവിടെ അധികം ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വാഴയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും.